എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പ്രോൺസ് തവ ഫ്രൈ ആണ്. വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഈ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് മാരിനേഷനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് 3-4 പച്ചമുളക്, ഇനി അതിലേക്ക് വേണ്ടത് ഒരു 4-5 ഗാർലിക്കിൻ്റെ പീസസ്, പിന്നെ ചെറിയൊരു പീസ് ജിഞ്ചർ, ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾക്കൊരു നാരങ്ങയുടെ പകുതി അതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ സ്പൈസി ചില്ലി പൗഡർ ആൻഡ് 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇത്രയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾക്ക് ഒരു 1 to 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നാടൻ രീതിയിലാണ് ഈ പ്രോൺസ് തവ ഫ്രൈ റെഡിയാക്കി എടുക്കുന്നത്. ഇത്ര സാധനം ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഒത്തിരി വാട്ടറി ആയിട്ടുണ്ടെങ്കിൽ പ്രോൺസിലേക്ക് ഈ മസാലയൊന്നും പിടിക്കത്തില്ല. ഇനി മാരിനേറ്റ് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പ്രോൺസിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു 600 ഗ്രാം പ്രോൺസ് ആണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാരിനേറ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ക്ലിങ് ഫിലിം വെച്ചിട്ട് നമുക്ക് ഒരു 1/2 hour റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ഈ 1/2 hour റെസ്റ്റിംഗ് ടൈമിൽ വെക്കുമ്പോൾ അതിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് ഇൻഫ്യൂസ് ചെയ്യും. ആ ഒരു നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ഒരു ഫ്ലേവർ നമ്മുടെ പ്രോൺസിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അത് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു പെട്ടെന്ന് ഈസി ആയിട്ട് അതൊന്ന് ഇതായി കോട്ടായിട്ട് വരുന്നത്. അപ്പം കണ്ടോ, നമ്മൾ മാരിനേറ്റ് ചെയ്ത നമ്മുടെ പ്രോൺസ് ഇപ്പം റെഡി ആയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ക്ലിങ് ഫിലിം വെച്ചിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 1/2 hour കഴിഞ്ഞ് നമ്മളെടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മുടെ പ്രോൺസ് ഇരിക്കുക. ഇനി ഇത് നമുക്കൊന്ന് കോൺഫ്ലവറിൽ ചെറുതായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൗഡർ എടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് അതിലൊന്ന് നന്നായിട്ട് ഡസ്റ്റ് ചെയ്തെടുക്കുകയാണ് പൗഡറായിട്ട്. ഇത് നല്ലൊരു ക്രിസ്പി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ മാരിനേഷൻ തയ്യാറാക്കിയിട്ട് നമ്മൾ കോൺഫ്ലവർ ചേർക്കുമ്പോൾ ഈ ഒരു ക്രിസ്പിനെസ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് റെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോൺസിനെ എടുത്ത് ഇതുപോലെ ഡസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ പ്രോൺസും നമ്മൾ കോൺഫ്ലവറിൽ ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊരു തവ ചൂടാവാൻ വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പ്രോൺസിന് കുക്കിംഗ് ടൈം വളരെ കുറവാണ്. പ്രോൺസ് കൂടുതൽ കുക്കാവും തോറും അത് ചെറിയൊരു റബ്ബറി ഫീലിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടായിട്ട് ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രോൺസ് തന്നെ ഓയിൽ വലിച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് സോഗി ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊരു 1 സൈഡ് ഒരു 3 to 5 minutes കുക്കായാൽ മതിയായിരിക്കും. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഫ്രഷ് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കണം. ആദ്യമേ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറി ലീവ്സ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിതൊരു ഹാഫ് കുക്ക് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടി നമ്മുടെ ഈ പ്രോൺസിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മുടെ 1 സൈഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനതൊരു ഫോർക്ക് വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് നന്നായിട്ട് ഫ്രൈ കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നല്ലൊരു സ്റ്റാർട്ടറായിട്ടൊക്കെ നമുക്കൊരു ഫംഗ്ഷനോ പാർട്ടിക്കോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ കിഡ്സിനും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾക്കൊരു സ്റ്റാർട്ടറായിട്ടൊക്കെ കുറച്ച് സോസൊക്കെ ആയിട്ട് വെച്ചിട്ട് ഒന്ന് സെർവ് ചെയ്യാറുണ്ടെങ്കിൽ നല്ല അപ്പീലിംഗ് ആയിരിക്കും, നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ പ്രോൺസ് തവ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് കുക്കായി കോട്ടയം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഇതാ അപ്പം നമ്മുടെ പ്രോൺസ് തവ ഫ്രൈ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു വേറൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കുറച്ച് ഫ്രഷ് ഓണിയൻസും കറി ലീവ്സും ഒക്കെ ആഡ് ചെയ്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു.